നമസ്തേ. കേരളത്തിലെ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളും ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധങ്ങളും വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. വർഷങ്ങളോളം പഠിച്ചും കാത്തിരുന്നും സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾ നീതിക്കായി തെരുവിലിറങ്ങുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് ഇന്നും സംഘടിപ്പിച്ചു. PSC സംവിധാനത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുക, ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുക, അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുക, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് നിയമന നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായിരുന്നു ഈ പ്രതിഷേധം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ BJPയുടെയും യുവമോർച്ചയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. PSC ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്നിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? യുവമോർച്ച ഉയർത്തുന്ന ആരോപണങ്ങൾ എന്താണ്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ നേതാക്കൾ പറഞ്ഞത് എന്തൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ ദൃശ്യങ്ങളിലേക്ക്. മറുപടിവേദം സർക്കാർ എല്ലാവരും പകലുകളാക്കിക്കൊണ്ട് പഠിച്ചു നേടിയാകാറ്
BJP ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനുപ്രസാദ്, BJP സംസ്ഥാന ഉപാധ്യക്ഷനും യുവമോർച്ച സംസ്ഥാന പ്രഭാരിയുമായ പി സുധീർ, യുവമോർച്ചയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹമിരിക്കുന്ന PSC റാങ്ക് ഹോൾഡർമാരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ. കാരണം SFIയും യൂത്ത് കോൺഗ്രസും ഇല്ലാത്ത ഒരു സമരവേദിയാണ് കേരളത്തിലെ PSC റാങ്ക് ഹോൾഡർമാരുടെ സമരവേദി എന്നുള്ളതിൽ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. DYFIയും ഇല്ല, യൂത്ത് കോൺഗ്രസും ഇല്ല. സാധാരണ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ DYFIക്കാർ വലിയ സമരങ്ങൾ നടത്തുന്നവരാണ്. ഇപ്പോൾ DYFIക്കാരെ കാണാനേ ഇല്ല, അവർ ചത്തുപോയിരിക്കുകയാണ്. കാരണം പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിൻ്റെ ചെയർമാൻ, അതിലെ അംഗങ്ങൾ എല്ലാം നേരത്തെ DYFI അധികാരത്തിലിരിക്കുമ്പോൾ, CPM അധികാരത്തിലിരിക്കുമ്പോൾ നിയമിക്കപ്പെട്ടവരാണ്. അവരാണ് വലിയ കൊള്ള, PSCയുടെ അഴിമതി, ചരിത്രത്തിൽ ഏറ്റവും വലിയ PSC കൊള്ള നടത്തിയത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ PSC ഭരണസമിതിയാണ്. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, LDF നോമിനേറ്റ് ചെയ്ത, പിണറായി വിജയൻ നിയമിച്ച PSC ചെയർമാനെയും അംഗങ്ങളെയും എന്തുകൊണ്ടാണ് ശിക്ഷിക്കാൻ, അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ
ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തയ്യാറാവാത്തതെന്നാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് PSC റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ അവർക്ക് നൽകിയ ഉറപ്പ്, ഞങ്ങളൊക്കെ ഈ സമരമുഖത്തുണ്ടായിരുന്നു അന്ന്, അവരോടെല്ലാം വി ഡി സതീശൻ പറഞ്ഞത്, ഞങ്ങളെ സർക്കാർ വന്നാൽ കേരളത്തിലെ PSC റാങ്ക് ഹോൾഡർമാർക്ക് ഒരു ദിവസം പോലും സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വരില്ല എന്നായിരുന്നു. PSC നിയമനം സമയബന്ധിതമായി കാലതാമസമില്ലാതെ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കാതെ ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. പ്രകടന പത്രികയിൽ അവർ നൽകിയ വാഗ്ദാനമാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ റാങ്ക് ഹോൾഡർമാർ സമരത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷ. ആ പരീക്ഷയിൽ വലിയ അഴിമതി നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷ ക്രമക്കേട്, വ്യാപകമായ നിലയിൽ അഴിമതി PSCയിൽ ഉണ്ടായിരിക്കുന്നു. ജന്തർ മന്ദറിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ജന്തർ മന്ദർ സമരത്തിന് പോയി, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോയി രാഹുൽ ഗാന്ധിയോടൊപ്പം. മിസ്റ്റർ വി ഡി സതീശൻ, താങ്കളുടെ മൂക്കിന് താഴെ മാസങ്ങളായി കേരളത്തിൽ പെൺകുട്ടികളടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുമ്പോൾ അത് നടപ്പാക്കാതെ അത് നിയമിക്കുന്നതിനെതിരായി സമരത്തിലിറങ്ങിയിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും വന്നോ? അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായോ? CJP സമരക്കാരെ, ജന്തർ മന്ദറിലെ സമരക്കാരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വന്തം സെക്രട്ടറിയുടെ നടയിൽ സമരമിരിക്കുന്നവരെ കാണാൻ തയ്യാറാവുന്നില്ല, അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാവുന്നില്ല, സമരം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല, എപ്പോൾ നിയമനം നടത്തുമെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. വളരെ മിടുക്കനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്താണെന്നറിയോ കാര്യം? PSCയുടെ അഴിമതി എന്തായാലും പുള്ളിക്ക് കുഴപ്പമില്ല. സ്വന്തം അഴിമതി കേസ് ഒരു മണ്ഡലക്കാലം കഴിയുന്നതിന് മുമ്പ് എഴുതി തള്ളിയ മിടുക്കനായ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഒരു അഴിമതി കേസും അന്വേഷിക്കേണ്ട, PSC കൊള്ള അന്വേഷിക്കേണ്ട, ക്രമക്കേട് അന്വേഷിക്കേണ്ട, ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കേണ്ട, സ്വന്തം പേരിലുള്ള പുനർജനി അഴിമതി കേസ് ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് എഴുതി തള്ളിക്കാൻ അദ്ദേഹത്തിന് വളരെയധികം ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മണ്ഡലക്കാലം കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള അഴിമതി കേസ് അദ്ദേഹം എഴുതി തള്ളിക്കഴിഞ്ഞു. പുനർജനി കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കി ചെന്നിത്തലയുടെ വകുപ്പ് കൊണ്ട്, ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനാക്കി. ബാക്കി ഒരു കേസും അന്വേഷിക്കേണ്ട. അതാ ഞാൻ പറഞ്ഞത്, വളരെ മിടുക്കനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. LDF ഭരണകാലത്ത് നടന്ന അഴിമതികൾ പോലും PSCയുടെ അടക്കം അന്വേഷിക്കാൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രി സ്വന്തം കോടാനുകോടി രൂപയുടെ അഴിമതി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ അത് അവസാനിപ്പിക്കാൻ തയ്യാറായ മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ഇതുപോലെ ഇരട്ടത്താപ്പും വഞ്ചനാപരമായ നിലപാടുമുള്ള ഒരു മുഖ്യമന്ത്രിയെയും കേരളത്തിൽ കണ്ടിട്ടില്ല. അധികാരത്തിൽ വന്ന 1.5 മാസം കഴിയുന്നതിന് മുമ്പ് പറഞ്ഞതെല്ലാം ചങ്കു തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എല്ലാം മാറ്റി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞു, അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ ഇപ്പോൾ അറിയപ്പെടുന്നത് വാക്കുപാലിക്കാത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ്. പ്രകടന പത്രികയിലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വാക്ക് പോലും പാലിക്കാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇപ്പോൾ പ്രളയ ദുരിതം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ആ വിഷയങ്ങളിൽ പോകുന്നില്ല. ഒരു കാര്യത്തിനും ഒരു നടപടിയുമില്ല. കഴിഞ്ഞ പ്രളയകാലത്തെല്ലാം വാതോരാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച മുഖ്യമന്ത്രി ഇന്നലെ ആറന്മുളയിൽ കോളനിയിലെല്ലാം പോയിട്ട് വെറുതെ 2 കടയും നോക്കി അത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ഏകോപനമില്ല, മന്ത്രിമാർക്ക് യാതൊരു കാര്യങ്ങളിലും ഉത്തരവാദിത്തമില്ല, സർക്കാർ തലപ്പത്ത് ഇതിനൊരു സംവിധാനമില്ല. പ്രളയ ദുരിതാശ്വാസ നടപടികൾ സമ്പൂർണ്ണമായ അവതാളത്തിലായി. പക്ഷെ അവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് പോലും കണക്കാക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. സുഹൃത്തുക്കളെ, ഈ സമരം തീർച്ചയായിട്ടും യുവമോർച്ചയ്ക്ക് വളരെ അഭിമാനത്തോടെ ഏറ്റെടുക്കാൻ കഴിയും.
കാരണം രണ്ട് മുന്നണികളുടെയും യുവജന സംഘടനകൾ ഈ സമരത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും യൂത്ത് കോൺഗ്രസ്സുകാർ ഇല്ലാതിരുന്നിട്ടും യുവമോർച്ചയാണ് കേരളത്തിലെ PSC സമരം എല്ലാം ഏറ്റെടുത്തത്. ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലെ ശക്തമായിട്ടുള്ള സമരം ഇത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും, അതും ജാർഖണ്ഡിലും ഒന്ന് കേരളത്തിലുമാണ്. രണ്ടിടത്തും ദേശീയ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളുമാണ്, ABVPയും യുവമോർച്ചയുമാണ് രണ്ടിടത്തും സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ സമരം നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മുഖ്യമന്ത്രിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും നിലപാടെടുപ്പിച്ചത് മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ പാടുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാവണം. അടിയന്തരമായി മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു റാങ്ക് ഹോൾഡർമാർക്ക് പോലും സത്യാഗ്രഹം ഇരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ അധ്യാപക നിയമനം ന്യായമായും കിട്ടേണ്ട കാത്തു കഴിയുന്ന 10,000-കണക്കിന് ആളുകൾക്ക് വേണ്ടി കഴിഞ്ഞ 33 ദിവസമായി അവരിവിടെ സമരത്തിലാണ്. സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്യുന്നത്. അങ്ങേയറ്റത്തെ അനീതിയാണ്. ജന്തർ മന്ദറിൽ സമരത്തിന് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ സ്വന്തം സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിനിരിക്കുന്നവരെ കാണാതിരിക്കുന്നത് ഇരട്ടത്താപ്പാണ്. PSCയിൽ വലിയ അഴിമതി നടന്നു. ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷയിൽ അട്ടിമറി നടന്നു. LDF ഭരണകാലത്ത് നിയമിച്ച PSC ചെയർമാനും അതുപോലെ അംഗങ്ങളുമായിരുന്നിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാവുന്നില്ല. എന്ത് അഡ്ജസ്റ്റ്മെൻ്റാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്? പിണറായി വിജയൻ സർക്കാർ അപ്പോയിൻ്റ് ചെയ്ത PSC ചെയർമാനും PSC മെമ്പർമാരും നേരിട്ട് ഈ വിഷയത്തിൽ അഴിമതി നടത്തിയിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവാത്തത് എന്ത് ധാരണയുടെ പുറത്താണ്? അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. അടിയന്തരമായി ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി സർക്കാരും ഇടപെടണം. ഒരു സർക്കാർ ജോലി എന്നത് ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് വെറുമൊരു തൊഴിൽ മാത്രമല്ല, വർഷങ്ങളുടെ പഠനത്തിന്റെയും കാത്തിരിപ്പിന്റെയും കുടുംബങ്ങളുടെ പ്രതീക്ഷകളുടെയും കൂടി ഫലമാണ്. അതുകൊണ്ട് തന്നെ നിയമന നടപടികളിൽ സുതാര്യത ഉറപ്പാക്കുകയും ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യുകയും ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്ന പരാതികൾക്ക് വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. PSCക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളിൽ നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് യുവമോർച്ചയുടെ നിലപാട്. എന്നാൽ ഇവിടെ ചോദ്യം ജനങ്ങളോടാണ്. PSC നിയമന സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്? എന്നാൽ ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്ന ആവശ്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയം കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരം പ്രധാന വാർത്തകളും വിശദമായ അപ്ഡേറ്റുകളും തുടർന്നും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.